അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു അക്ബർ. ഹറം ഷരീഫിൽ ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിക്ക് സംഭവിച്ച ഹൃദയഭേദകമായ സംഭവം. നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെ, ഹജ്ജ് സമയത്ത് ഒരു നിഷ്കളങ്കയായ പെൺകുട്ടി തൻ്റെ ഉമ്മയ്ക്ക് വെള്ളമെടുക്കാൻ പോയപ്പോൾ ഹറം ഷരീഫിൽ മരണദൂതൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി. ഒരു ഉമ്മ തൻ്റെ നിഷ്കളങ്കയായ മകളെ കൈകളിൽ കോരിയെടുത്ത് കാബയെ നോക്കി കണ്ണീർ നിറഞ്ഞ കണ്ണുകളോടെ യാചിച്ചപ്പോൾ ആളുകളുടെ നിലവിളികൾ ഉയർന്നു. സുഹൃത്തുക്കളെ, ആ ഉമ്മയുടെ വാക്കുകൾ അത്രമേൽ ഹൃദയഭേദകമായിരുന്നു. ഒരു നിമിഷം അല്ലാഹുവിൻ്റെ അർശ് വിറച്ചുപോയെന്ന് തോന്നി. ഒരു ഉമ്മയുടെ പ്രാർത്ഥന 7 ആകാശങ്ങളെ ഭേദിച്ചു പോകുമെങ്കിൽ ആ ഉമ്മയുടെ യാചനയ്ക്ക് മറുപടിയായി അല്ലാഹു പ്രകടിപ്പിച്ച അത്ഭുതം എന്തായിരുന്നു? ഇതെല്ലാം അറിയാൻ ഈ വീഡിയോയുടെ അവസാനം വരെ ഞങ്ങളോടൊപ്പം ഉണ്ടാകൂ. പ്രിയ സുഹൃത്തുക്കളെ, ദുൽഹജ്ജിന്റെ ചന്ദ്രൻ ദൃശ്യമാകുന്നതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിംകൾ ഹജ്ജ് ചെയ്യാൻ മക്കയിലേക്ക് കാരവനുകളായി യാത്ര തിരിക്കുന്നു. എല്ലാവരുടെയും നാവിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന വാക്കുകളാണ്. എല്ലാവരുടെയും ശ്രദ്ധയും ലക്ഷ്യവും അല്ലാഹുവിൻ്റെ പവിത്ര ഭവനമായ കഅബയിലാണ്. സുഹൃത്തുക്കളെ, ഇവിടെ എത്തുമ്പോൾ വർണ്ണവും വർഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇല്ലാതാകുന്നു. ഇവിടെ ഒരാൾ അറിയപ്പെടുന്നത് അല്ലാഹുവിൻ്റെ ദാസനായി മാത്രമാണ് ഹജ്ജ് എന്ന ഇസ്ലാമിൻ്റെ 5ാം തൂണ് നിർവഹിക്കാൻ എത്തിയ ഒരു ഭക്തനായി മാത്രം. ഈ തീർത്ഥാടകർക്കിടയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു സ്ത്രീയുമുണ്ടായിരുന്നു. അവർ ഒരു കാരവനോടൊപ്പം എത്തിയതായിരുന്നു. അവരോടൊപ്പം അവരുടെ 3 വയസ്സുള്ള മകളുമുണ്ടായിരുന്നു. ഉമ്മയും മകളും ഹറം ഷരീഫിൽ വളരെ നേരം ഇരുന്നിരുന്നു. അടുത്തുള്ളവർ ശ്രദ്ധിച്ചു. ആ ഉമ്മ തൻ്റെ മുന്നിൽ വിശുദ്ധ ഖുർആൻ തുറന്ന് ഓതുകയായിരുന്നു. അവർ തൻ്റെ മകൾക്ക് ഒരു തസ്ബീഹ് കൊടുത്തിരുന്നു. ആ പെൺകുട്ടി ഓരോ മുത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉരുവിടുകയായിരുന്നു. ഉമ്മ ഇടയ്ക്കിടെ തൻ്റെ മകളെ നോക്കി പുഞ്ചിരിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിക്കുകയും പിന്നീട് വീണ്ടും ഖുർആൻ വായന തുടരുകയും ചെയ്തു. അക്കാലത്ത് മക്കയിലെ ചൂട് ഉച്ചസ്ഥായിയിലായിരുന്നു. പെൺകുട്ടി തീർത്ഥാടകർക്ക് വെള്ളം വിതരണം ചെയ്യുന്ന ജീവനക്കാരെ കണ്ടു. അവൾ തൻ്റെ അമ്മയോട് വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആംഗ്യം കാണിച്ചു. ഉമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ പോയി വെള്ളമെടുത്തോ. നിഷ്കളങ്കയായ ആ പെൺകുട്ടി തസ്ബീഹ് കയ്യിൽ പിടിച്ച് സന്തോഷത്തോടെ വെള്ളം വിതരണം ചെയ്യുന്ന ജീവനക്കാരൻ്റെ അടുത്തേക്ക് നടന്നു. അവളെ കണ്ട ജീവനക്കാരൻ പുഞ്ചിരിച്ച് അവളുടെ തലയിൽ തലോടിയൊരു ഗ്ലാസ്സിൽ വെള്ളമൊഴിച്ച് അവൾക്ക് കുടിക്കാൻ കൊടുത്തു. പെൺകുട്ടി വെള്ളം കുടിച്ചു. എന്നാൽ ഗ്ലാസ് തിരികെ നൽകാതെ തൻ്റെ ഉമ്മയ്ക്കും വെള്ളം എടുക്കണമെന്ന് ആംഗ്യം കാണിച്ചു. ജീവനക്കാരൻ വീണ്ടും പുഞ്ചിരിച്ചു. ആ പെൺകുട്ടിയുടെ സൗന്ദര്യവും നിഷ്കളങ്കതയും കണ്ടവിടെയുള്ള ജീവനക്കാർ പോലും അവളെ തിരിഞ്ഞു നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളവുമായി അവൾ തൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് നടന്നു. പെൺകുട്ടി ഗ്ലാസ് കയ്യിൽ പിടിച്ച് മുന്നോട്ട് നീങ്ങവേ പെട്ടെന്ന് അവൾ തെന്നി വീണു. സുഹൃത്തുക്കളെ, അവളുടെ കയ്യിൽ നിന്ന് വെള്ളം നിറഞ്ഞ ഗ്ലാസ് താഴെ വീണു. പെൺകുട്ടി വീണതിനു ശേഷം അവിടെ ഒരു പ്രകാശവലയം പ്രത്യക്ഷപ്പെട്ടതായി തോന്നി. ആ പ്രകാശം ആ ഉമ്മയല്ലാതെ മറ്റാർക്കും കാണാൻ കഴിഞ്ഞില്ല. തൻ്റെ മകൾ വീഴുന്നത് കണ്ട ആ ഉമ്മ ഒരു നിമിഷത്തിനുള്ളിൽ തൻ്റെ മകളുടെ ചുറ്റും ഒരു പ്രകാശവലയം കറങ്ങുന്നത് കണ്ടു. അവർ ഉടൻ തന്നെ വിശുദ്ധ ഖുർആനെ നെഞ്ചോട് ചേർത്തൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓട്ടി. സാധാരണയായി കുട്ടികൾ വീണാൽ കരയുകയോ എഴുന്നേൽക്കുകയോ ചെയ്യും. എന്നാൽ ആ പെൺകുട്ടി വീണ അതേ സ്ഥാനത്തതേ ഭാവത്തിൽ നിശ്ചലമായി കിടന്നു. അവൾ പൂർണ്ണമായും ബോധം നഷ്ടപ്പെട്ടതുപോലെ തോന്നി. ഉമ്മ തൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓട്ടി. ജീവനക്കാരും അവിടെ ഉണ്ടായിരുന്നു. അവർ പെൺകുട്ടിയെ ഉണർത്താൻ ശ്രമിച്ചു. ഉമ്മ അവളെ വിളിച്ചു. എന്നാൽ പെൺകുട്ടി ഒട്ടും അനങ്ങിയില്ല. ആ ഉമ്മ കണ്ട പ്രകാശവലയം മരണദൂതന്റെ സാന്നിധ്യമാണോ എന്ന് അവർ ആലോചിച്ചു. അവർ ഉടൻ തൻ്റെ കുഞ്ഞിനെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു പേര് വിളിച്ചു. എന്നാൽ ജീവനക്കാർ പെൺകുട്ടിയുടെ ശ്വാസം പരിശോധിച്ചപ്പോൾ വേദനയോടെ പറഞ്ഞു, നിന്റെ മകൾ ഇനി ഈ ലോകത്തില്ല, അവൾ മരിച്ചു. ആളുകൾ ചുറ്റും കൂടി. ആ ഉമ്മയ്ക്ക് തൻ്റെ മകൾ മരിച്ചുവെന്ന് കേട്ടപ്പോൾ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ വിവശയായി ഉറക്കെ നിലവിളിച്ചു, ഇത് സാധ്യമല്ല. ഞാൻ ഒരുപാട് പ്രാർത്ഥനകളും നേർച്ചകളും നടത്തിയാണ് എൻ്റെ മകളെ ലഭിച്ചത്. എൻ്റെ മകൾ എൻ്റെ ജീവനാണ്. അവളുടെ ദീർഘായുസ്സിനായി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവൾ എന്നെ വിട്ടുപോകില്ല. ഇത്ര പവിത്രവും മഹനീയവുമായ ഒരു സ്ഥലത്തിവിടെ നിന്ന് ആളുകൾക്ക് ജീവൻ ലഭിക്കുന്നു. എൻ്റെ മകളെ എങ്ങനെ എന്നിൽ നിന്നെടുക്കും? ഇവിടെ വരുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുന്നു. പക്ഷേ എൻ്റെ ജീവനേക്കാൾ വിലപ്പെട്ട എൻ്റെ മകളെ എന്നിൽ നിന്നെടുത്തു.
"ഓ അല്ലാഹുവിന്റെ മകളെ, എന്നിൽ നിന്നെടുക്കരുത്, ഞാൻ മരിച്ചു പോകും. എനിക്ക് ഈ മകൾ മാത്രമേ ഉള്ളൂ." അവളുടെ മറ്റു ബന്ധുക്കളും അവിടെ എത്തി. ആളുകൾ പെൺകുട്ടിയെ പരിശോധിച്ചു. അവളുടെ മൂക്ക് പിഞ്ചി ഹൃദയമിടിപ്പ് കേൾക്കാൻ ചെവി ചേർത്തു. പക്ഷേ അവളുടെ ശ്വാസം പൂർണ്ണമായും നിന്നിരുന്നു. എല്ലാവരും പറഞ്ഞു, "ഈ സുന്ദരിയായ പെൺകുട്ടി വെള്ളം കൊണ്ടുവരികയായിരുന്നു, പക്ഷേ മരണദൂതൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി." അവൾ തൻ്റെ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് മടങ്ങി. എന്നാൽ ആ ഉമ്മക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ജീവനക്കാർ പറഞ്ഞു, "നിന്റെ മകളെ ഇവിടെ മക്കയിൽ ഖബറടക്കാം. അടുത്തുള്ള ഖബർസ്ഥാനിൽ ഒരു ഖബർ ഒരുക്കാം." എന്നാൽ ഈ വാക്കുകൾ ആ അമ്മയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കൈകൾ കൂപ്പി അവർ ജീവനക്കാരോട് യാചിച്ചു, "അല്ലാഹുവിൻ്റെ പേര് പറഞ്ഞിങ്ങനെ പറയരുത്. എൻ്റെ മകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ സുഖമായിരിക്കുന്നു. എൻ്റെ ഹൃദയം പറയുന്നു, എൻ്റെ രക്ഷിതാവ് അവൾക്ക് ജീവൻ നൽകും. ഇത്ര നല്ല ഒരു പ്രവൃത്തി ചെയ്യവേ എൻ്റെ മകളെ അല്ലാഹു എങ്ങനെ എടുക്കും? ഞാൻ ജീവനോടെ മരിച്ചു പോകും." കരഞ്ഞുകൊണ്ട ഉമ്മ തൻ്റെ മകളെ കൈകളിൽ എടുത്ത് ഹറം ഷെരീഫിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. കരഞ്ഞുകൊണ്ട് അവർ യാചിച്ചു, "എൻ്റെ അല്ലാഹിനോട് ഈ അനീതി ചെയ്യരുത്. നിന്റെ അടുത്തേക്ക് എൻ്റെ മകളെ വിളിക്കണമെങ്കിൽ എൻ്റെ ജീവനും എടുക്കൂ. എൻ്റെ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്നതിൻ്റെ പവിത്ര ഭവനം കാണിക്കാനാണ്. ചെറുപ്രായത്തിൽ തന്നെ ഇസ്ലാമിൻ്റെ സ്നേഹം അവളെ പഠിപ്പിക്കാനാണ്." അവർ കരഞ്ഞുകൊണ്ട് തൻ്റെ മകൾ മുന്നിൽ കിടക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും പറഞ്ഞു, "പെൺകുട്ടി മരിച്ചു, അവളുടെ ഖബറടക്കമൊരുക്കണം." എന്നാൽ ആ ഉമ്മ അതിന് സമ്മതിച്ചില്ല. "ഇല്ല, എൻ്റെ മകളെ ഖബറടക്കാൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെ മകൾ മരിക്കില്ല." 3 മണിക്കൂർ കഴിഞ്ഞിട്ടും പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരു ചലനവും ഉണ്ടായില്ല. ജീവനക്കാരും ബന്ധുക്കളും ചിന്തിച്ചു കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പെൺകുട്ടിയെ ഖബറടക്കുന്നതാണ് ഉചിതം. എല്ലാവർക്കും അറിയാം, ഒരു ഉമ്മയുടെ മുന്നിൽ കുഞ്ഞ് എത്ര പ്രായമായാലും മരിച്ചാൽ അവളുടെ സമയം ഇത്രമാത്രമായിരുന്നു എന്ന് പറയും. ആളുകൾ ആ ഉമ്മയെ പിടിച്ചുമറ്റ് സ്ത്രീകൾ അവരെ മകളുടെ ശരീരത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു. ജീവനക്കാർ ആ നിഷ്കളങ്കയായ പെൺകുട്ടിയെ എടുക്കാൻ മുന്നോട്ട് നീങ്ങി. പെട്ടെന്നൊരു തണുത്ത കാറ്റ് വീശി. സുഹൃത്തുക്കളെ, ആ കാറ്റ് പെൺകുട്ടിയെ തൊട്ടപ്പോൾ അവളുടെ മുടി ചലിക്കാൻ തുടങ്ങി. ആ നിഷ്കളങ്കയായ പെൺകുട്ടി ഒരാഴത്തിലുള്ള ശ്വാസമെടുത്തു. ആ കാറ്റ് അവളുടെ ശരീരത്തിലേക്ക് ജീവൻ തിരികെ കൊണ്ടുവരുന്നതുപോലെ തോന്നി. അടുത്ത നിമിഷം ഹറം ഷെരീഫിന്റെ തറയിൽ കിടന്നിരുന്ന ആ പെൺകുട്ടി ചലിക്കാൻ തുടങ്ങിയൊരു മീൻവെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് തുള്ളുന്നതുപോലെ. എല്ലാവരും ഈ ദൃശ്യം സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു. ഉമ്മ മറ്റുള്ളവരിൽ നിന്ന് സ്വയം മോചിതയായതിൻ്റെ കുഞ്ഞിന്റെ അടുത്തെത്തി. ഉടൻ തന്നെ പെൺകുട്ടി കണ്ണുകൾ തുറന്നു പെട്ടെന്ന് പുഞ്ചിരിക്കാൻ തുടങ്ങിയൊരു ഉറക്കത്തിൽ നിന്നുണർന്നതുപോലെ. സുഹൃത്തുക്കളെ, എല്ലാവരും അല്ലാഹു അക്ബർ എന്ന് ആർത്തുവിളിച്ചു. ജീവനക്കാർ അത്ഭുതപ്പെട്ടു. കഴിഞ്ഞ 3 മണിക്കൂറായി ഈ പെൺകുട്ടി നിശ്ചലമായി കിടക്കുകയായിരുന്നു. അവളെ എടുത്ത് ഹൃദയഭാഗത്തമർത്തി ബോധം തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒട്ടും അനങ്ങിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവൾ അത്ഭുതകരമായി സുഖം പ്രാപിച്ചിരിക്കുന്നു. ഹജ്ജ് തീർത്ഥാടകർ പറഞ്ഞു, "ഞങ്ങളും ആ സുഗന്ധമുള്ള കാറ്റ് അനുഭവിച്ചു. ഒരു നിമിഷം ഞങ്ങൾക്ക് ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി." എന്നാൽ ആ പെൺകുട്ടിയുടെ ചിരി ഞങ്ങളുടെ ചെവിയിലെത്തിയപ്പോൾ അവൾ എഴുന്നേറ്റ് മുമ്പ് വെള്ളം ചോദിച്ച ജീവനക്കാരനോട് പറഞ്ഞു, "എനിക്ക് വെള്ളം തരൂ, ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് വെള്ളം കൊണ്ടുപോകണം." അത് കേട്ട ഉമ്മ തൻ്റെ മകളെ കെട്ടിപ്പിടിച്ചു. അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ധാരാളം കരഞ്ഞു. പിന്നീട്ടവർ നന്ദി പ്രാർത്ഥനകൾ നടത്തി. എല്ലാവരും അല്ലാഹു അക്ബർ എന്ന് ആർത്തുവിളിച്ചു. സുഹൃത്തുക്കളെ, ഇത് എല്ലാവരും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട ഒരു ജീവിക്കുന്ന അത്ഭുതമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ അല്ലാഹു നിന്റെ രക്ഷകനായിരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മേൽ ശാന്തവും മനോഹരവുമായ ഒരു കാറ്റ്. എല്ലാവർക്കും ഉന്മേഷം തോന്നി. ആ കാറ്റിനൊപ്പം വന്ന ഒരു മനോഹരമായ സുഗന്ധം ആരും മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്തതായിരുന്നു.